ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ പബ്സ് ചാനൽ. നിങ്ങളുടെ മനസ്സിലെ വ്യക്തി എങ്ങനെയാണ് ഈ സമയം നിങ്ങളെ കാണുന്നത്? ലെറ്റ്സ് സീ, തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ. കളക്റ്റീവ് റീഡിംഗ് ആണ്, സോ ടേക്ക് ഇറ്റ് വാട്ട് ഇസ് റെസനേറ്റ് വിത്ത് യുവർ സിറ്റുവേഷൻ. ഓൾറൈറ്റ്, തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ. ആ വ്യക്തിയെ പറ്റി ഓർക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്? ഗിൽട്ട്. ഓക്കെ, സോ ഈ വ്യക്തിക്ക് നിങ്ങളോട് വലിയൊരു ഗിൽറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അവർ ചെയ്തു പോയിട്ടുള്ള കാര്യമായിരിക്കാം, പറഞ്ഞു പോയിട്ടുള്ള കാര്യമായിരിക്കാം, അവരുടെ ആക്ഷൻ, അവരുടെ മിസ്റ്റേക്സ്. ഓക്കെ, വലിയൊരു ഗിൽറ്റ് ആക്ച്വലി ഫീൽ ചെയ്യുന്നുണ്ട്. ദേ ഫീൽ ലൈക്ക് സ്ക്രീം ചെയ്യുന്ന പോലെ. ഓക്കെ, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. വല്ലാത്തൊരു ഗിൽറ്റ് ഫീലിംഗ് ഇതിലേക്ക് വന്നല്ലോ, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തല്ലോ എന്നുള്ളതും ആയിരിക്കാം. ഓക്കെ, സോ അങ്ങനത്തെ ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അവരെടുത്തിട്ടുള്ള ആക്ഷനിലും അവർക്കൊരു ഗിൽറ്റ് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കാം. സോ ഡെഫിനറ്റ്ലി നിങ്ങളെ പറ്റി ആലോചിക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് പ്രഷർ ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ ഒരു മാറ്റം നിങ്ങൾ ഓവർകം ചെയ്ത് വന്നിട്ടുള്ള ചില സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് കോണ്ടാക്റ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ, ഈ വ്യക്തി നിങ്ങൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഹേർട്ട് ചെയ്തിട്ടും ആൻഡ് ഫൈനലി നിങ്ങൾ അത് ഓവർകം ചെയ്ത് വന്ന് എങ്ങനെയാണോ ഈ ഒരു സമയം നിങ്ങളെ കണക്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്, നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഗ്രോത്ത് ആയിരിക്കാം. ചില ആളുകൾക്ക് നിങ്ങൾക്ക് സെൽഫായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങളും നിങ്ങളുടെ ജോബിൽ നിങ്ങളുടെ ആക്ഷനിലൊക്കെ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം. ആ ഒരു മാറ്റത്തിൽ അവർക്ക് അത്രൊരു സന്തോഷമായിട്ട് കാണുന്നില്ല. അത് സന്തോഷം ഉണ്ടാവാത്തത് നിങ്ങളോടുള്ള ജലസോ കാര്യങ്ങളോ ഒന്നുമല്ല. സോ മേ ബി ഒരു ടൈമിൽ ഈ വ്യക്തി നിങ്ങളുടെ ഒരു വർത്ത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവര് ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതൊക്കെ ആലോചിച്ചിട്ടായിരിക്കാം അവർക്ക് ഒരു ഗിൽറ്റ് ഫീലിംഗ് ഈ ഒരു സമയത്ത് തോന്നുന്നത്. സോ അവരുടെ ഒരു ആക്ഷനിൽ അവർ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. കാരണം ഈ സമയം നിങ്ങളുടെ ഒരു വാല്യൂ, നിങ്ങളുടെ പ്രസൻസ്, നിങ്ങൾ എങ്ങനെയാണോ അതിൽ ഒരുപാട് അതിനെപ്പറ്റി ഒരുപാട് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിന് ശേഷം ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ഇന്റൻഷൻ കാണിക്കുന്നുണ്ട്, തിരിച്ചു വന്നിട്ടുണ്ടായിരിക്കാം. സമയം അവരുടെ ഒരു കൺട്രോളിലല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്. സോ അവർക്ക് ആകെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആ ഒരു സിറ്റുവേഷൻ ആയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഓക്കെ, എങ്ങനെയാണോ പോകുന്നത്? കാരണം ഈ സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങളെയും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അത് ഈവൻ ലൈക്ക് നിങ്ങളുടെ ഇമോഷൻസിലാണെന്നുണ്ടെങ്കിലും. ഓക്കെ, സോ ചില ആളുകൾക്ക് ഹ്യൂജ് ചേഞ്ച് ആക്ച്വലി നിങ്ങളിൽ വരുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ഇമോഷൻസിൽ നിങ്ങൾ പഴയതുപോലെ ആയിരിക്കില്ല കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് അങ്ങനെ എസ്പെഷ്യലി നിങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ചില ആളുകൾക്ക് നിങ്ങൾ കാര്യങ്ങൾ എടുക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ നിങ്ങൾ ഡെഫിനറ്റ്ലി വരുത്തിയിട്ടുണ്ടായിരിക്കാം, നിങ്ങളുടെ ഇമോഷണൽ സിറ്റുവേഷൻ. സോ എപ്പോഴും ആ വ്യക്തിക്ക് വന്നു പോവാം, അല്ലെങ്കിൽ എപ്പോഴും ആ വ്യക്തിക്ക് നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ ചെയ്താലും, എന്തൊക്കെ മിസ്റ്റേക്സ് ചെയ്താലും നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങളിൽ വരുത്തുന്നുണ്ടായിരിക്കാം. അത് ആ വ്യക്തിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അത് ആ വ്യക്തിക്ക് ഒരുപാട് ഗിൽറ്റ് ഫീലിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ ഒരുപാട് ചേഞ്ചസ് ആ ഒരു സിറ്റുവേഷനൊക്കെ ഓവർകം ചെയ്തിട്ട് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് ഒരുപാട് നഷ്ടബോധം ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. റിയൽ ആയിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഗിൽറ്റ് ആക്ച്വലി ആ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളടുത്ത് പറഞ്ഞു പോയിട്ടുള്ള കാര്യമായിരിക്കാം, ആ വ്യക്തിയായിട്ട് എടുത്തിട്ടുള്ള ഡിസിഷൻ ആയിരിക്കാം. ഓക്കെ, ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് വേറൊരു ഓപ്ഷനും ഇല്ല, സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത്. കാരണം നിങ്ങളെ കൺട്രോൾ ചെയ്യാനും ആ വ്യക്തിക്ക് സാധിക്കുന്നുണ്ടാവില്ല. നിങ്ങളും ചേഞ്ച് ആയിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ എക്സാക്ട്ലി നിങ്ങൾ ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, ഇറ്റ്സ് എ കൺഫർമേഷൻ. കാലം നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. അതായത് കാലത്തിനനുസരിച്ചിട്ട് നിങ്ങൾ മാറുന്നുണ്ട്, സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ മാറേണ്ടതായിട്ടുണ്ട്. ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഈ വ്യക്തിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന എത്രയോ ദൂരത്തായിരിക്കാം നിങ്ങൾ ഈ ഒരു സമയം നിൽക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, എസ്പെഷ്യലി ഈ വ്യക്തിക്ക് നിങ്ങളടുത്ത് തോന്നുന്ന ഒരു ഗിൽറ്റ് സിറ്റുവേഷൻ ആണ്. ചില ആളുകൾ വളരെ റെയർ ആയിട്ട് മേ ബി ഇത് നിങ്ങൾക്ക് തോന്നുന്ന ഗിൽറ്റ് ആയിരിക്കാം. നിങ്ങൾ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ എടുത്തിട്ടുള്ള ആക്ഷൻ ആയിരിക്കാം, അതിൽ നിങ്ങൾക്ക് ഗിൽറ്റ് തോന്നുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ഇത് എത്രയോ ഡിസ്റ്റൻസ് ആ വ്യക്തി നിങ്ങളെ കാണുന്നത് പോലെയാണ്. ആ വ്യക്തിക്കും നിങ്ങൾക്കും തമ്മിലുള്ള ഒരുപാട് അകലുണ്ടായിട്ടുണ്ട്. ഓക്കെ, സോ അത് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു പ്ലേസിലായിരിക്കാം. ഈവൻ നിങ്ങൾ അടുത്തടുത്താണെന്നുണ്ടെങ്കിൽ പോലും പഴയതുപോലെ ആ ഒരു സ്ഥാനത്തിലേക്ക് വരാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നുണ്ടാവില്ല, നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നുണ്ടാവില്ല. ഒരു സമയത്ത് നിങ്ങൾ അവർക്ക് ഒരുപാട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം അതിനവർക്ക് സാധിക്കുന്നില്ല. ഓൾറൈറ്റ്, സോ നല്ല മാറ്റങ്ങളാണ് നിങ്ങൾ അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിലൊന്നും കുറവായിട്ടുണ്ടാവുന്നില്ല. ഓക്കെ, സോ നിങ്ങളുടെ അടുത്ത് ആ ഒരു റൊമാൻറ്റിക് ഫീലിങ്സ് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. ആ ഒരു ഇഷ്ടം, നിങ്ങൾ ആ ഒരു പാർട്ട്ണർ എന്നുള്ള രീതിയിലുള്ള ഒരു ഇഷ്ടം ഡെഫിനറ്റ്ലി ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ലവ്, റിയൽ ആയിട്ടുള്ള ലവ് ഈ ഒരു സമയത്ത്
ആ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹം, ഈ ഒരു കണക്ഷൻ ഒരു തിരിച്ചറിവായിട്ട് ആ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. ഈ വ്യക്തിയുടെ ആക്ഷൻ അവർ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഈ വ്യക്തി നിങ്ങളെ കാണുന്നത് ഈ ഒരു സമയം? പ്രൊജക്ഷൻ. Alright. ഈ വ്യക്തി നിങ്ങളെ നോക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു ഐ കോണ്ടാക്ടിന് വേണ്ടിയിട്ട് ആക്ച്വലി ശ്രമിക്കുന്നുണ്ടായിരിക്കാം, നേർക്കു നേര് വരാൻ വേണ്ടിയിട്ട്. കാരണം ഈ വ്യക്തിക്ക് നിങ്ങളെന്ന് പറയുന്നത് എത്രയോ അകലെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഈവൻ നിങ്ങൾ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ നേരെ നേരെ സംസാരിക്കുന്നുണ്ടാവില്ല, അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കൊടുക്കുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി ആ ഒരു വ്യക്തിക്ക് ഉണ്ടാവില്ല. ഓക്കെ, ഈ വ്യക്തി നിങ്ങളെടുത്ത് ആ ഒരു ഇൻ പേഴ്സൺ ആയിട്ട്, അല്ലെങ്കിൽ ഒരു നേരെ നേരെ നിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഡിസ്റ്റൻസ് ഇല്ലാതെ നിന്ന് സംസാരിക്കാനും നിങ്ങളെ കാണാനും സംസാരിക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് ഒരാൾ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം പോകുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും മേജർ ആയിട്ടുള്ള എന്തെങ്കിലും സക്സസ് ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ അങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടായിരിക്കാം. സ്പെഷ്യലി നിങ്ങൾക്ക് വേറെ കേസ് ആ ഒരു വ്യക്തിക്കും അങ്ങനത്തെ സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം പോകുന്നുണ്ടായിരിക്കാം. Alright. മേ ബി ഈ വ്യക്തി നിങ്ങൾ വാക്കുകൾ കൊണ്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം, ഫൈനാൻഷ്യലി യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഐ ഫീൽ ലൈക്ക് ചില ആളുകള് ഫൈനാൻഷ്യലി യൂസ് ചെയ്യാൻ സെൻസ് മേ ബി ലൈക്ക് നിങ്ങൾ ഫൈനാൻഷ്യലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഗ്രാൻഡഡ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ഒരു വാല്യൂ തന്നിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അത് മേ ബി ലൈക്ക് നിങ്ങൾ ഒരുപാട് നിന്ന് കൊടുത്തിട്ടായിരിക്കാം റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ. ഓക്കെ, സോ ഈ വ്യക്തി നിങ്ങൾ ഒരുപാട് കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ബട്ട് നോ, യു ആർ സോ ഫാർ ഫ്രം ദം. ഓക്കെ, കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഈവൻ ലൈക്ക് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ, ഈ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന മാറ്റം നല്ലതാണ്. സോ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളതാണ്. ഓക്കെ, എന്നാലേ ആ ഒരു റിലേഷൻഷിപ്പിന് മാറ്റം ഉണ്ടാവുള്ളൂ. ഓക്കെ, വീണ്ടും ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി നിങ്ങൾ കാണിക്കുന്ന സമയത്ത്. ഓൾറൈറ്റ്, ഇറ്റ്സ് ഓക്കെ. ലൈക്ക് ചില സമയത്ത് നമ്മൾ പരസ്പരം മിസ്റ്റേക്സ് ഉണ്ടാക്കും, പരസ്പരം അറിയാതെ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. സോ ചില സമയത്ത് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ, നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ഫൊർഗീവ്നെസ് ഉണ്ടായിരിക്കണം, പരസ്പരമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം, അല്ലെ? സോ ഒരു ഗ്രോത്ത് ഉണ്ടായിരിക്കണം. സോ ചില കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ ആരൊരാള് ഡെഫിനറ്റ്ലി ഒരുപാട് മാറിയിട്ടുണ്ട്, ഒരുപാട് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഡിപ്പെൻഡഡ് ആയിട്ട് പോവാതിരിക്കുക. കാരണം ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പ് ഏതൊക്കെയോ രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് ആ വ്യക്തി നിങ്ങൾ മനഃപൂർവ്വം കൺട്രോൾ ചെയ്യുക എന്നുള്ളതല്ല, നിങ്ങൾ അങ്ങനെ നിന്ന് പോയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ആ വ്യക്തിക്ക് നിങ്ങളെ ഇമോഷണലി എല്ലാ രീതിയിലും കൺട്രോൾ ചെയ്യാൻ തക്ക രീതിയിൽ നിങ്ങൾ കോ-ഡിപ്പെൻഡഡ് ആയിട്ട് നിന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോ അതിലൊക്കെ മേ ബി നിങ്ങൾ ഒരു മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരിക്കണം. സോ ചില കാര്യങ്ങൾ പോസ്റ്റ്പോൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ വിച്ച് മീൻസ് ലൈക്ക് ഡിസ്റ്റൻസ് ആണ് ഞാൻ കാണിക്കുന്നത്. സോ ഈ വ്യക്തിക്ക് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ വരണം, ആക്ഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ അവർ മാറ്റി വെക്കാണ്. ബിക്കോസ് ദേ ആർ നോട്ട് പ്രിപ്പയർഡ്, ദേ ആർ നോട്ട് കോൺഫിഡന്റ് ഇനഫ് ടു ടോക്ക് ടു യു ഗൈസ്. ലെറ്റ്സ് സീ എങ്ങനെയാണ് ഈ വ്യക്തി നിങ്ങളെ കാണുന്നത്. ഡ്രീം ഗൈസ്, ഈ വ്യക്തി നിങ്ങളെ പറ്റി ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട്, ഡേ ഡ്രീം ചെയ്യുന്നുണ്ട്, നിങ്ങളൊരു ആഗ്രഹമായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങളെ പറ്റി സ്വപ്നം കാണുന്നുണ്ട്, നിങ്ങൾ വലിയ രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്, നഷ്ടബോധം, വെയിറ്റിംഗ്. ഓക്കെ, പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അവർക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല ഈ ഒരു സിറ്റുവേഷൻ ആയിട്ട് മുന്നോട്ട് പോവാ എന്നുള്ളതല്ലാതെ. ഈ വ്യക്തി നിങ്ങളെ മനഃപൂർവ്വം ഹേർട്ട് ചെയ്യാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതല്ല, പക്ഷെ ആ വ്യക്തി ആ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളടുത്ത് പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതായിരിക്കാം അവർക്കൊരു ഗിൽറ്റ് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളെ ഇഷ്ടമില്ല എന്ന് പറയുന്ന സമയത്ത് അങ്ങനെ പറയാനുള്ള എന്തെങ്കിലും കാരണങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം.
ഓക്കെ. പക്ഷെ അത് അവർക്ക് അവരുടെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഫീലിങ്സ് നിങ്ങളടുത്ത് ഓപ്പൺ ആയിട്ട് പറയാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം. ഓക്കെ. സോ പറയണ്ടായിരുന്നു, ചെയ്യണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടാവുന്നത്. ഓക്കെ. സോ എല്ലാവർക്കും നിങ്ങളടുത്ത് ഈ ഒരു വ്യക്തി എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ചെയ്തു എന്നുള്ളതല്ല. കാരണം ഈ വ്യക്തിക്ക് നിങ്ങളടുത്ത് വളരെ ഡീപ്പ് ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളടുത്ത് ആ ഒരു റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്, സ്നേഹം ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് നോക്കുന്നുണ്ട് ഈ വ്യക്തി. ഓക്കെ. നിങ്ങളൊരു അറ്റൻഷന് വേണ്ടി, നിങ്ങളുടെ ഒരു നോട്ടത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ക്രേവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട് ഈ വ്യക്തി. ഡ്രീം ചെയ്യുക ഇൻ ദ സെൻസ് ബിക്കോസ് യു ആർ ഓൾവേസ് ഓൺ ദെയർ മൈൻഡ്. ഓക്കെ. മൊറാലിറ്റി. സോ ചില കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കാം. ഓക്കെ. ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. ഈ വ്യക്തി പ്രേ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. പ്രാർത്ഥിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ലൈക്ക് ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ബട്ട് ഐ ഷുഡ് ടെൽ ദാറ്റ് ഈ വ്യക്തിക്ക് നിങ്ങളടുത്ത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഇന്റൻഷൻ ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ മാറ്റത്തിലും അവർക്ക് സന്തോഷം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. സോ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലോ നിങ്ങൾ സന്തോഷമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ആ വ്യക്തിക്ക് നിങ്ങൾ കൂടെ ഇല്ലാത്തതിന്റെ വിഷമം ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കാം. പക്ഷെ അതിലും ആ ഒരു മാറ്റത്തിലും ഈ വ്യക്തിക്ക് സന്തോഷമായിട്ടാണ് കാണുന്നത്. ഓൾറൈറ്റ്. സോ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ കോണ്ടാക്ടിലേക്ക് വരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. കാരണം ആ വ്യക്തിക്ക് ആ ഒരു ആഗ്രഹം ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് ഓൾ അപ് ടു യു. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈവൻ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ തിരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിലും പഴയതുപോലെ ഓവർ കോ ഡിപ്പെൻഡഡ് ആയിട്ട് നിൽക്കാതിരിക്കാം. ഓക്കെ. സോ ആ ഒരു ഗ്രോത്ത് നിങ്ങൾക്കും ആ ഒരു റിലേഷൻഷിപ്പിനും ഉണ്ടാവണം. ഓക്കെ. സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ് ടേക്ക് കെയർ ആൻഡ്